ആറ്റുകാൽ ദേവീക്ഷേത്രത്തിന് സമീപം ദീപം തെളിയിക്കുന്നു. അവിടെയും ഒരുപാട് ഭക്തർ അവിടേക്കും എത്തിയിട്ടുണ്ട്. ചന്തു ചന്ദ്രശേഖരുണ്ട് ആറ്റുകാൽ നിന്ന്. ചന്തു, കേരളത്തിലുടനീളം അങ്ങനെ രാമജ്യോതി തെളിയുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ദൃശ്യങ്ങൾ അല്പസമയം മുൻപ് വന്ന സരയൂ തീരത്ത് അതിൻ്റെ ആ രാമജ്യോതി ആഘോഷം അതിൻ്റെ പാരമ്യതയിലേക്ക് എത്തുന്നു. രാഷ്ട്രം മുഴുവൻ ഒരേ മനസ്സോടുകൂടി ശ്രീരാമചന്ദ്രൻ്റെ രാംലല്ലയുടെ പ്രതിഷ്ഠയെ ഏറ്റുവാങ്ങുന്നു. രാജ്യം മറ്റൊരു ദീപാവലിക്ക് കൂടി സാക്ഷ്യം വഹിക്കുന്നു. എന്താണ് ആറ്റുകാൽ നിന്നുള്ള ഏറ്റവും പുതിയ വിശേഷങ്ങൾ? ഉമേഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിന് മുന്നിലാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോൾ ശ്രീരാമജ്യോതി തെളിഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ നിരവധി ജ്യോതികളാണ് ഇത്തരത്തിൽ മൺചിരാതുകളിൽ തെളിയിച്ചിട്ടുള്ളത്. ഭക്തജനങ്ങൾ എത്തി വിളക്കുകൾ തെളിയിച്ച് ഈ രാമനെ ആദരിച്ച്, ഭക്തിപൂർവ്വം ആദരിച്ച് ഈ ഒരു പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ അവരുടെ മനസ്സുകൊണ്ടുള്ള നിറ സാന്നിധ്യം അവർ ഇവിടെ അറിയിച്ച് പോവുകയാണ്. പ്രധാനമായും ഇപ്പോൾ ആറ്റുകാൽ അമ്പലത്തിൽ ദീപാരാധന നടക്കുകയാണ്. ആ ദീപാരാധനയ്ക്കൊപ്പം ഈ മൺചിരാതുകളിൽ ഈ ജ്യോതികൾ കൂടി തെളിയുമ്പോൾ ഭക്തിനിർഭരമായ ഒരു അന്തരീക്ഷം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിരവധി ഭക്തരാണ് ഇത്തരത്തിൽ ഈ രാമജ്യോതിയുടെ ഭാഗമാകുന്നതിന് വേണ്ടി ആറ്റുകാൽ അമ്പലത്തിൽ എത്തിയിട്ടുള്ളത്. പ്രധാനമായും നമുക്കറിയാം, ആറ്റുകാൽ അമ്പലത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ ഒരു ശബരിമല എന്നറിയപ്പെടുകയാണ്. സ്ത്രീകൾ വളരെയധികം എത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. അപ്പോൾ സ്ത്രീകളുടെ വലിയൊരു സാന്നിധ്യവും ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ അമ്പലത്തിൽ ദീപാരാധന നടക്കുന്ന സമയമായതുകൊണ്ട് നമുക്ക് സ്ത്രീകളുടെ പ്രതികരണങ്ങളിലേക്ക് കടക്കാൻ കഴിയില്ല. സ്വാഭാവികമായും അവർ ഈ ദീപാരാധന ചടങ്ങിന്റെ ഭാഗമായി കഴിഞ്ഞു. എന്തായാലും വളരെ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷം തന്നെയാണ് രാമജ്യോതിയുമായി ബന്ധപ്പെട്ട് ശ്രീരാമന്റെ ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ. ലോകം മുഴുവനും ശ്രീരാമജപം ഉരുവിടുന്ന ഈ ഒരു സമയത്ത് ആറ്റുകാൽ അമ്പലത്തിൽ നിന്നും ഇത്തരത്തിൽ ശ്രീരാമജ്യോതിയും അതോടനുബന്ധിച്ച് ഈ ജ്യോതി തെളിയിക്കുന്ന ചടങ്ങുകളും വളരെ ഭക്തി പൂർവ്വം തന്നെ നടക്കുകയാണ്. ഉമേഷ്.